ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഷലോം ടിവിയുടെ ഒരു പ്രത്യേക പരിപാടി. യുവജനങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആവശ്യങ്ങളുമെല്ലാം ഈ കാലഘട്ടത്തിന്റെ സുവിശേഷത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രഘോഷിക്കുന്ന ഒരു മനോഹരമായ പ്രോഗ്രാം. അത് ഇന്ന് ടേണിംഗ് പോയിന്റ് ഡിസ്കഷൻ വെക്കുന്ന വിവാഹമാണ് ദൈവവിളി തിരിച്ചറിഞ്ഞ എല്ലാ യുവതികളുടെയും ഒരു ഏറ്റവും വലിയ സ്വപ്നമാണല്ലോ വിവാഹ ദിവസം, വിവാഹ ആഘോഷങ്ങൾ. നമ്മൾ ഇന്ന് ഡിസ്കഷൻ വെക്കുന്ന വിവാഹ ആഘോഷങ്ങൾ ഒരു ചെറിയൊരു അവലോകനം. നമ്മെ സഹായിക്കാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മോസസും ലോറയുമാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വിവാഹത്തിലേക്കൊക്കെ ആലോചിച്ച് തുടങ്ങിയ ഒരു പെൺകുട്ടിയുമായിട്ട്, റിലേറ്റീവ് ഒരു പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവളുടെ വിവാഹ സ്വപ്നങ്ങളൊക്കെ എന്നോട് പറയുകയാണ്. ഒരു വിവാഹം ഉറപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറുക്കൻ എനിക്ക് ഒരു റിങ് ഇട്ട് തരണം, ഇങ്ങനെ പ്രപ്പോസ് ചെയ്യണം, നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ പ്രപ്പോസ് ചെയ്യണം. പക്ഷെ എനിക്ക് വിവാഹ ദിവസത്തെ പറ്റിയൊക്കെ ഭയങ്കര നല്ല സ്വപ്നങ്ങളുണ്ട്. ഒത്തിരി എക്സ്പെൻസീവ് ഒന്നും അല്ല, എന്നാലും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പള്ളി കുഴപ്പമൊന്നുമില്ല, ഏത് പള്ളിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം റിസപ്ഷൻ ഓപ്പൺ സ്റ്റേജ് ആയിരിക്കണം, ഔട്ട് സൈഡ് ആയിരിക്കണം, ഒരു ഹാളിനുള്ളിലാവരുത്. പിന്നെ തീമാറ്റിക് ആയിട്ട് ഇവരെല്ലാം ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യണം. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ, ഇങ്ങനെ ആഗ്രഹങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ആക്ച്വലി മോളെ നിനക്ക് ഈ വിവാഹ ദിവസത്തെ പറ്റിയ സ്വപ്നമുള്ളോ അതോ വിവാഹത്തെ പറ്റിയ സ്വപ്നമുണ്ടോ, വിവാഹ ജീവിതത്തെ പറ്റി? ഇത് രണ്ടാന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവണില്ല. നമ്മൾ ഈ എല്ലാവരും സ്വപ്നം കാണുന്നത് വിവാഹ ദിവസത്തെ പറ്റിയ, വിവാഹ ആഘോഷത്തെ പറ്റിയ, ഇവന്റിനെ പറ്റിയാണ്. അതിനുശേഷമുള്ള മാരിറ്റൽ ലൈഫിനെ പറ്റി, ആളെപ്പറ്റി, അങ്ങനെ ഭാവിയെ പറ്റി ഒന്നും കാര്യമായ സ്വപ്നങ്ങളൊന്നും ധാരണയൊന്നുമില്ല. ഈ ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യുക, അത് ഏറ്റവും കളർഫുൾ ആവുക, ഏറ്റവും സൂപ്പർ ആവുക എന്ന ഒറ്റ കാര്യത്തിലാണ് അവരുടെ ഒരു സ്പോട്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ ആ വ്യക്തിയുടെ ഒറ്റ ചോദിച്ച് പ്രശ്നം കഴിയും. അന്ന് ക്യാമറ വെക്കാതിരിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോടെ ഈ പറയുന്ന സ്വപ്നങ്ങളെല്ലാം മിക്കവാറും ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ടേണിംഗ് പോയിന്റ് ഡിസ്കഷൻ വെക്കുന്നത് വിവാഹ ആഘോഷങ്ങളാണ്. വിവാഹ ആഘോഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസ ആഘോഷം മാത്രമല്ല, ഒരു സീക്വൻസ് ഓഫ് ആഘോഷങ്ങളുണ്ട്. തുടങ്ങുന്ന ഉറപ്പിക്കൽ, പിന്നെ സേവ് ദ ഡേറ്റ് ഷൂട്ടിങ്, പിന്നെ മനസ്സമ്മതം, അതിനുശേഷം തലേദിവസമുള്ള മധുരം വെക്കൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഹൽദി ഷാദി എന്നൊക്കെ പറഞ്ഞ വൻ ഇവന്റുകൾ, ബാച്ചിലർ പാർട്ടി, കല്യാണ ദിവസം, കല്യാണം കഴിഞ്ഞുള്ള റിസപ്ഷൻ, ഒരു സീരീസ് ഓഫ് ആഘോഷങ്ങളുണ്ട്. ഇതൊന്നും നല്ലതോ ചീത്തതോ നല്ലല്ലോ പറയാൻ പോകുന്നത്, മറിച്ച് വേണോ വേണ്ടയോ, ആവശ്യമോ അത്യാവശ്യമോ അനാവശ്യമോ, ഒഴിവാക്കാൻ പറ്റുന്നതാണോ എസെൻഷ്യലാണോ, നോ ജഡ്ജ്മെന്റ്സ്. അതൊക്കെ ഇതിൽ ഡിസ്ക്ലൈമർ ആണ് തുടക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തലല്ല, ആരെയും ട്രോളല്ല, മറിച്ച് ഇതൊക്കെ അത്യാവശ്യമാണോ ആവശ്യമാണോ അനാവശ്യമാണോ എന്നുള്ള ഡിസ്കഷൻ മാത്രം. സോ നമുക്ക് പതുക്കെ സംസാരിച്ചു തുടങ്ങാം. അപ്പം നമുക്ക് ഈ സീക്വൻസിനായിട്ട് ഒന്ന് എടുത്തു പോവാം. തുടങ്ങുന്ന നമ്മുടെ ഉറപ്പീര് വെച്ചിട്ടാണല്ലോ. ഉറപ്പീര് എന്നൊക്കെ പറയുന്നത് ശരിക്ക് 4, 3, 7 പേര്, 2 വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ടവർ മാത്രം പെണ്ണും ചെറുക്കനും പോയി ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നല്ലോ, വിവാഹം ഫിക്സ് ചെയ്യുക. ഇത് നമ്മുടെ ഡേറ്റും കാലമൊക്കെ. പക്ഷെ ഇന്ന് അത് തന്നെ ഒരു ഹ്യൂജ് ഇവന്റ് ആണ്. വലിയ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തും വലിയ ഹോളൊക്കെ ബുക്ക് ചെയ്തും ഒരു കല്യാണത്തിനുള്ള ആളെ വിളിച്ചു കൂട്ടി ഭയങ്കര സെറ്റപ്പുകളൊക്കെയാണ്. ശരിക്കും ഈ കല്യാണ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ പൊളിയുന്നത്, ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ട് പാനിക് അറ്റാക്കുകൾ വരുന്നത്, ഒരു ഭയങ്കരമായിട്ട് ഇഷ്യൂസ്. ശരിക്കും ഇത് നമ്മളെ സാത്താൻ പറ്റിച്ച് പാലം കിടന്ന്. അതെ, കാരണം വെച്ചാൽ ശരിക്കും ഒരു വലിയ സ്പിരിച്വൽ സെലിബ്രേഷൻ ആണല്ലോ, ഒരു കൂദാശയാണല്ലോ. ഈ കൂദാശ എപ്പോഴും കൃപ തരുന്നത് ആയതുകൊണ്ട് തന്നെ സാത്താൻ നല്ല നോട്ടവും ഒത്തിരി മുതലെടുക്കാൻ സാധ്യതയുള്ള ഏരിയകളാണ്. അത് നമ്മളൊന്നും മനസ്സിലാക്കാൻ നമ്മൾ തലവെച്ച് കൊടുത്തിട്ട് ആമേൻ പറഞ്ഞിട്ട് നിന്ന് ഇടികൊള്ളുവാണ് എല്ലാവരും. ഒരു കല്യാണം കഴിയുമ്പോഴത്തേക്ക് എന്തൊരു ടെൻഷനും ആവലാതി ബന്ധങ്ങൾ മുറിയിലൊക്കെയാണ്. അപ്പൊ നമുക്ക് ഈ ഉറപ്പീര് മഹോത്സവം, അപ്പോൾ ഈ ഉറപ്പീര് വേണം ഉറപ്പായിട്ടും. പക്ഷേ ഇതുപോലെ വേണോ എന്നുള്ള ചോദ്യം നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുകയാണ്. കാരണം ഇത്രയും ഹ്യൂജ് സെലിബ്രേഷൻ നടത്താൻ മാത്രം അത്രയും പൈസ മുടക്കി എന്തിനാണ്? ഒരാവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ സംഭവിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഉറപ്പീരിൽ നിന്ന് നമ്മൾ ജമ്പ് ചെയ്യേണ്ടത് സേവ് ദ ഡേറ്റ് ഷൂട്ട്. അതാണ് ഇപ്പം മസ്റ്റ് ആണല്ലോ, നമ്മളെല്ലാവരും അറിയിക്കണമല്ലോ. പഴയ പോലെ അതെ, നമ്മൾ പഴയ പോലെ ഒന്നും എല്ലാവരും വീട്ടിൽ പോയി വിളിക്കണമെന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പല സോഷ്യൽ മീഡിയയിലൊക്കെ അറിയിക്കാൻ വേണ്ടി സേവ് ദ ഡേറ്റ്. ലോറ, സേവ് ദ ഡേറ്റ് ഇപ്പോൾ ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ, അല്ലെങ്കിൽ നമ്മളുടെ അങ്ങനത്തെ ഫാന്റസീസ് നമ്മളുടെ ലൈഫിലൊന്നും നിറവേറ്റാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. അങ്ങനത്തെ ഒരു ഡ്രീമി വേൾഡില് സ്റ്റേജിൽ കയറാൻ അതെ 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 അവര് വളരെ നന്നായി അവരുടെ അഭിനയ പാഠം മുഴുവൻ എടുക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്.
ഇത് പറഞ്ഞപ്പോൾ ഇത്തിരി ഒരു സങ്കടമുള്ള ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു സുഹൃത്ത് ഷെയർ ചെയ്തത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. അതായത് അവളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും നടക്കുന്നു. അത് തന്നെ ഒരു ഭാരിച്ച ചെലവ് ഉള്ള ഒരു കാര്യമാണ്. വിവാഹത്തിന്റെ ഇവന്റ് ഫുള്ള് കവർ ചെയ്യുന്നതിനുള്ള വീഡിയോഗ്രാഫിയും ആയിട്ട് ബന്ധപ്പെട്ടും ഒത്തിരി ചെലവ് വരുന്നുണ്ട്. അപ്പം അത് ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽസിനെ തന്നെ വിളിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ അവർ സമീപിക്കുകയും നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു തുകയാണ് അവർ പറയുന്നത്. അതിൽ ഈ സേവ് ദ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് സിനിമാറ്റിക്കലി ഷൂട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. അവളത് അതിന് വില്ലിംഗ് ആയി നിൽക്കേണ്ടി വന്നു. അതിനുശേഷം വിവാഹത്തിന് ശേഷം അവൾ എന്നോട് പറയുകയായിരുന്നു, ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരുമിച്ച് വിവാഹശേഷം ചെയ്യാമായിരുന്ന കുറെ നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫ് ബെറ്റർ ആക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഒരു യാത്ര പോലും പോകാനായിട്ട് പിന്നീട് അവര് സ്ട്രഗിൾ ചെയ്തു എന്നാണ് പറയുന്നത്. ആ പണം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളത്. അനാവശ്യമായ ഒത്തിരി എക്സ്പെൻസസുകളെ ഒരു സോഷ്യൽ പ്രഷർ ഭീകരമാണല്ലോ ഇക്കാര്യത്തിൽ. ഞാൻ ഇതിപ്പോ നമ്മൾ കല്യാണം മാത്രമൊന്നും അല്ല കേട്ടോ, ഞാൻ എന്നെ തന്നെ ഇരുത്തി ക്രിട്ടിസൈസ് ചെയ്തിരിക്കും നല്ലത് ചോദിച്ചു. ഞാനിപ്പോ ആദ്യമായിട്ട് തിരുപ്പട്ടത്തിന്റെ ഫോട്ടോഷൂട്ട് കണ്ടു. അതായത് ഒരു കടൽ തീരത്ത് നിന്നിട്ട് അമ്മയും മകനും ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് യാത്ര പറയുന്നു. അമ്മ മകന് സുവിശേഷം കൊടുത്ത് യാത്ര വിടുന്നു. അമ്മ കരയുന്നു, തിരിഞ്ഞു പോകുന്നു. വൺ ഡ്രാമ. എനിക്കിത് ചിരിക്കണോ കരയണോ പ്രാർത്ഥിക്കണോ എന്ന കാര്യത്തിൽ എനിക്ക് അവസാനം സംശയം തോന്നി. കാരണം അവർ ചെയ്തൊരു ഗുഡ് ഇന്റൻഷൻ ഒക്കെ ആയിരിക്കും. അത് ഒത്തിരി പേർക്ക് ദൈവവിളിക്ക് ഇൻസ്പിറേഷൻ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് കാര്യമായിട്ട് എന്ത് ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് എനിക്ക് സ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെല്ലാം ക്വസ്റ്റ്യൻ മാർക്ക്, നമുക്ക് ഉത്തരങ്ങളൊന്നുമില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ചാൻസ് മാത്രം. പക്ഷെ ഞാൻ ഈ വീഡിയോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ടൊരു ഞാൻ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കല്യാണ വീഡിയോ ഒക്കെ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? മോസ്റ്റ്ലി നോട്ട്. എനിക്ക് 2 പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വീഡിയോ ഒക്കെ വീട്ടിൽ ചെയ്തിട്ട് ഞാൻ ഒരിക്കലും വീട്ടിൽ ആ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടിട്ടില്ല. ആ ആൽബം പോലും പിന്നെ കാര്യമായിട്ട് തുറന്നു നോക്കിയിട്ടില്ല. ഇതാണ് പറഞ്ഞത്, ആവശ്യം അത്യാവശ്യം അനാവശ്യത്തിലേക്ക് ഇതൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഉറപ്പീര് കഴിഞ്ഞു, സേവ് ദ ഡേറ്റ് കഴിഞ്ഞു. അടുത്ത മേജർ സ്റ്റെപ്പ് നമ്മുടെ മനസ്സമ്മതമാണ്. ഈ മനസ്സമ്മതം ശരിക്കും നമ്മൾ പെൺവീട്ടിൽ കല്യാണം എന്നൊക്കെ പറയും. പെൺവീട്ടുകാർക്ക് വേറെ ആഘോഷിക്കാൻ ഇവന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ആഘോഷമായിട്ട് നടത്തും. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ പറയൂ. ഞങ്ങള് കോവിഡ് സമയത്ത് നടന്ന വിവാഹമായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ പിന്നെ പൊതുവിൽ ഞങ്ങൾ രണ്ടുപേരും പരമാവധി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആർഭാടങ്ങൾ ഒഴിവാക്കാൻ, ഈ പറഞ്ഞ പോലെ വീഡിയോഗ്രാഫി ഒഴിവാക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോഗ്രാഫി ഇല്ലായിരുന്നു. സിനിമാക്കാരനായിട്ട് കൂടി ഒട്ടും സിനിമ നമ്മള് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നവരല്ലേ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നമ്മളാൽ പറ്റുന്ന പോലെ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോവിഡ് റെസ്ട്രിക്ഷൻസും അങ്ങനത്തെ പ്രോട്ടോകോളൊക്കെ ഫോളോ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ മനസ്സമ്മതം എന്നുള്ള ചടങ്ങ് ഒഴിവാക്കിക്കൊണ്ട് വിവാഹം മാത്രമാണ് നടത്തിയത്. അപ്പോൾ അതിൽ ഒരു സഭയുടെ കാഴ്ചപ്പാടെന്നാണ് മനസ്സമ്മതം. ശരിക്കും ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ വളരെ പ്രോഗ്രസീവായി നിൽക്കുന്നതിൻ്റെ ഒരു അതിന്റെ ഒരു വലിയൊരു എന്താ പറയാ ഉദാഹരണമാണ് മനസ്സമ്മതം. ഭയങ്കര പ്രോ എന്നുള്ളത് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മനസ്സമ്മതം എന്നുള്ളത്. കാരണം ഈ വിവാഹം നമ്മൾ സഭയിൽ ഒരിക്കലും ഇത് ഡിവോഴ്സ് ഇല്ലല്ലോ. സഭയിൽ ഡിവോഴ്സ് അല്ല, വിവാഹം ഇങ്ങനെ ആ വിവാഹം പ്രോപ്പർ അല്ലായിരുന്നത് കൊണ്ട് കളയുന്നുള്ളൂ, അസാധുവാക്കി കളയുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രധാനം ഈ പേടിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചോ ഭയപ്പെടുത്തിയോ ഒക്കെ വിവാഹം കഴിപ്പിക്കുന്ന ഒത്തിരിയുണ്ട്. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രൈമറി സ്റ്റെപ്പാണ് മനസ്സമ്മതം എന്ന് പറയുന്നത്. അതായത് മനസ്സമ്മതത്തിന്റെ നമ്മൾ വിവാഹത്തിന് താങ്കൾ ഒരുങ്ങുന്നുണ്ടോ, സമ്മതമാണെന്നൊക്കെ ചോദിക്കത്തില്ലേ, അത് താങ്കൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് കോവിൻ ചെയ്തേക്കുന്നത്. അത് പബ്ലിക്കലി വിവാഹ ദിവസത്തിലേക്ക് വീണ്ടും 1-2 ആഴ്ച മുമ്പ് തന്നെ ഈ ഒരു കപ്പിൾസിന് ഒരു ഫ്രീഡം കൊടുക്കുകയാണ്. ആണിനും പെണ്ണിനും നിങ്ങൾക്ക് പറ്റത്തില്ല ഇപ്പം തന്നെ പറഞ്ഞോ, നിങ്ങൾ ആരെങ്കിലും പേടിപ്പിച്ചിട്ടോ ഭയപ്പെടുത്തിയൊക്കെയാണെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞോ, അത് വേണ്ട. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും ഈ ഒരു കപ്പിൾ. പിന്നെ മനസ്സമ്മതം ഇപ്പോൾ നമ്മൾ ആ കോവിഡ് കാലത്ത് ഒഴിവാക്കിയെങ്കിലും വീണ്ടും 0% ഉറപ്പായിട്ട് മനസ്സമ്മതം ഇപ്പോഴും വേണമെന്നുള്ളതാണ്. അതൊന്ന് ഈ ഒരു നമ്മുടെ ബാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പള്ളിയിൽ വിളിച്ച് പറയാം 3 ജില്ലുകാരനൊക്കെ നമ്മൾ പരമ്പരാഗതമായിട്ട് പറയാറില്ലേ, ജനങ്ങളുടെ മുഴുവൻ അറിയിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ വിവാഹിതരാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞോ. ഇതൊക്കെ സഭയുടെ വലിയൊരു മദർലി കൺസേൺ ആണ്. അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി അറിയുന്നില്ലായിരിക്കും ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം, വേറെ മാരീഡ് ആയിരുന്നോ ലിവിങ് ടുഗെദർ ആയിരുന്നോ. ചില കേസസിൽ മാത്രം ചിലപ്പോൾ 2ാം വിവാഹം, ലിവിങ് ടുഗെദർ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത മാരേജ്, അവർക്കൊക്കെ മാത്രം ഇത് സോളംനൈസ് ചെയ്ത് കൊടുക്കത്തില്ല, ഈ മനസ്സമ്മതം ഒഴിവാക്കും. കാരണം ഇതൊരു മാതൃക അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പാൻഡമിക് ഒക്കേഷൻസ്, ഈ ഒക്കേഷൻ അല്ലെങ്കിൽ മനസ്സമ്മതം ഒരു എസെൻഷ്യൽ കാര്യമായിട്ട് തന്നെ ചർച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് മനസ്സമ്മതബിൾ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഒരു പണ്ടത്തെ ഇതിൻ്റെ ഒരു കൾച്ചർ കൂടി നോക്കണമല്ലോ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. ശരിക്കും മനസ്സമ്മതത്തിനൊക്കെ വന്നിട്ട് ഒരു പഴയ കാലത്തൊക്കെ ഒത്തിരി പേര് കവറുകൾ കൊടുത്തിട്ട് പോകുമല്ലോ. ചില സ്ഥലങ്ങളിലേക്ക് ഇപ്പോഴും കേരളത്തിന്റെ പല ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും കുറി ഉൾപ്പെടെ കൂപ്പൺ ഉൾപ്പെടെ കൊടുക്കുക, എത്ര തന്നു എന്നൊക്കെ എഴുതി വെച്ചേക്കും. കാരണം അതൊരു പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടി അല്ലെങ്കിൽ വിവാഹം ഒത്തിരി ചെലവുകൾ വരുമ്പോഴത്തേക്ക് സമൂഹം മുഴുവൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ ഒരു സംഭവം കൂടിയായിരുന്നു.
അങ്ങനെ കുറേ ഒരു സാമൂഹിക പശ്ചാത്തലവും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതിനൂടെ ഉണ്ട്. പിന്നെ എല്ലാ അപ്പനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടല്ലോ തങ്ങളുടെ പിന്നെ കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് പെൺവീട്ടിൽ നിന്ന് വളരെ ചുരുക്കം പേർക്കല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സുഹൃത്തുക്കൾക്കും ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഇവന്റ് ആയിട്ട് കൂടി. പക്ഷെ ഇതെല്ലാം ക്വസ്റ്റ്യൻ ഇതാണ് എത്രത്തോളം പോകണം എന്നുള്ളതാണ്. അതിർവരമ്പുകൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഇന്നത്തെ കോണ്ടെക്സ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അതൊരു കൺവീനിയൻസ് ആണല്ലോ നമ്മളെല്ലാവരും മുമ്പിലേക്ക് എടുത്തു വെക്കുന്നത്. മോശമെന്നറിയാമോ, അതിനകത്ത് കൃത്യമായിട്ട് ചർച്ചയിൽ സ്റ്റാൻഡ് ഉണ്ട്. നമ്മൾ ആകെ ഡിമാൻഡ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, ചെറുക്കനും പെണ്ണും ഒരു വൈദികനും 2 സാക്ഷികളും. ഇതുണ്ടെങ്കിൽ മനസ്സമ്മതം പൂർത്തിയായി. ഈ എന്റെ പേരിന് ചെലവുകളോ ബാക്കി കാര്യങ്ങളോ എല്ലാം നമുക്ക് ലിമിറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. അതൊന്നും ഒരു നീഡല്ല. ആകെ ഇവർ 3-4 പേര് വന്നിട്ട് വൈദികന്റെ മുമ്പിൽ വെച്ച് ലിറ്റർജിക്കലായിട്ട് ഇത് എസ് പറയാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയെല്ലാം ആർഭാടങ്ങളാണ്. ആ വേണോ വേണ്ടെന്നുള്ളത് സ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്. ഈ മധുരം വെപ്പും ഇതുപോലെ തന്നെ ഇതിനൊക്കെ ശരിക്കൊരു പരമ്പരാഗത ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഈ കല്യാണത്തിന് തലേദിവസമായിരുന്നു ഒരു സ്ഥിരമായിട്ട് മധുരം വെപ്പ് ഹാപ്പൻ ചെയ്യുന്നത്. ഇപ്പൊ അതൊക്കെ മാറി തുടങ്ങിയ ഭയങ്കര നല്ല തീരുമാനമാണ്. ദയവ് ചെയ്ത് കേൾക്കുന്ന ഒരു യുവാവും യുവതിയും കല്യാണ തലേദിവസം കൊണ്ട് മധുരം വെപ്പ് നടത്തരുത്. കാരണം അത് കഴിഞ്ഞ് ഉറക്കിപ്പിച്ച് പെണ്ണാണ് രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് വീണ്ടും മേക്കപ്പ് ഇടാൻ വേണ്ടി പോട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് പള്ളിയിലൊക്കെ ഒന്ന് ഉറക്കം തൂങ്ങിയിരിക്കുന്ന പിള്ളേരെ കാണാം. കഷ്ടം. അവരുടെ ജീവിതത്തിൽ ഒരേ ഒരു കല്യാണം കുർബാന, അത് മുഴുവൻ. പിന്നെ ഈ പ്രസംഗം പറഞ്ഞ അച്ഛന് കുറ്റവാദം, എന്റെ പ്രസംഗം കേട്ടോളാം പിള്ളേരെ തുറക്കുന്ന വിചാരിക്കുക. ഇതൊന്നും അല്ല, ബാക്ക്ഗ്രൗണ്ട് കുറെ ഉണ്ടല്ലോ. പക്ഷെ ഈ മധുരം വെപ്പിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും പണ്ട് ദൂരെ എന്നൊക്കെ ആൾക്കാർ വരണമല്ലോ. ഇപ്പൊ എല്ലാവർക്കും വണ്ടി വെക്കണം. അതുകൊണ്ട് പിറ്റേ ദിവസം കല്യാണത്തിന് വരത്തുള്ളൂ, കല്യാണ ദിവസം വരത്തുള്ളൂ. അപ്പൊ തലേ ദിവസം തന്നെ ദൂരെ നിന്ന് വന്ന് താമസിച്ച് പിന്നെ നമ്മൾ ഈ ഭക്ഷണമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നല്ലോ. അപ്പൊ അന്നേരം ഇതെല്ലാം തലേ ദിവസം എല്ലാവരും വന്ന് കുക്ക് ചെയ്ത് ഞാനും കുഞ്ഞിന്റെ കുറെ വെട്ടാനും കുത്താനും തേങ്ങാനൊക്കെ പോയി ഓർക്കുന്നുണ്ട്. ഭയങ്കര രസകരമായ എല്ലാ സുഹൃത്തുക്കളുടെ ബന്ധുക്കളൊക്കെ വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം വെക്കാനുള്ള കറികൾ അതിന് പകരം അതിന്റെ എല്ലൊക്കെ എടുത്തിട്ട് കപ്പയും പൊട്ടിയൊക്കെ ഉണ്ടാക്കി ആഘോഷമായിട്ട് ഭയങ്കര രസകരമായിട്ട്. പിന്നെ അതിലൊരു മറ്റൊരു ഇവന്റ് നമ്മളെ മധുരം വെക്കൽ ഇവന്റ് ഉണ്ടല്ലോ. എന്താ മധുരം വെക്കുന്നത്? ഇവര് മധുരകരമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് മധുരം കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് വേറെ സിംബോളിക് സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് ബ്ലെസ്സിങ് ആണ്. അതിനകത്ത് നമ്മുടെ തലവട്ടപ്പൻ, തലവട്ടമ്മ, ഗ്രാൻഡ് പേരൻസ് ഇവരെല്ലാം മാറി മാറി വന്ന് മധുരം കൊടുത്തിട്ട് ബ്ലെസ് ചെയ്യും. ഈ ബ്ലെസ്സിംഗ് ഒന്നും ഇപ്പൊ സംഭവിക്കുന്നില്ല. മധുരം ഇപ്പൊ കലാപരിപാടികളെ പോലെ കൊടുത്തോട്ടേ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കലാപരിപാടിയൊക്കെ ഒപ്പിക്കുന്നതല്ലാതെ ശരിക്കും ഇത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് വലിയ ഒക്കേഷൻ ആക്കാൻ പറ്റാം. ഇങ്ങനത്തെ നമ്മുടെ ഇവന്റ്സിനൊക്കെ ശരിക്കും വൈദികരുടെ പ്രസൻസ് വീട്ടിൽ നടക്കുന്നതിന് ആവശ്യമുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ വൈദികരെ വിളിക്കുകയേ ചെയ്യരുത്. നമ്മൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസിനൊക്കെ വേണ്ടി ആരോ സുഹൃത്തുക്കളായ വൈദികർക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും, ഇപ്പോഴും വന്നോട്ടെ. അത് പിന്നെ ഒരു ട്രഡീഷൻ ആക്കി മാറ്റുകയാണ്. ഇപ്പോ മധുരം വെപ്പിന്, ഉറപ്പീരിന് ഇതൊന്നും ഒരു സാക്രമെന്റ്സ് അല്ലല്ലോ ശരിക്ക്. പിന്നെ പിറ്റേ ദിവസം കല്യാണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിറക്കാൻ, ഇതൊക്കെ ശരിക്ക് നമ്മൾ ഈ ഗാർഹിക സഭ എന്ന സാധനം ഉണ്ടല്ലോ. ഗാർഹിക സഭ, കുടുംബം, ഗാർഹിക സഭയിലെ പുരോഹിതൻ എന്ന് പറയുന്നത് അവിടുത്തെ അപ്പനും അമ്മയാണ്. അവർക്കുള്ള അവകാശങ്ങളല്ലേ ഇതൊക്കെ. ശരിക്ക് അപ്പനും അമ്മയാണ് ശരിക്ക് ഈ ഇവന്റുകൾക്ക് ലീഡ് എടുക്കേണ്ടത്. അപ്പൻ ഒരു സ്വർഗസ്ഥതാവൊക്കെ ചെല്ലി, അമ്മ ഒരു നന്മറന്നൊക്കെ ചെല്ലി തലയെ കൈയൊക്കെ വെച്ച് ഒന്ന് ആശീർവദിച്ചാണ് ശരിക്കും മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വേണ്ടി ഈ ഇവന്റുകൾക്കെല്ലാം വൈദികരെ വിളിക്കുക എന്നുള്ളത് അത് വലിയ ആർപ്പാടാണ്. ഇനി കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എന്നെ എല്ലാവരുടെയും ക്രൂശിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ കല്യാണ കുർബാനയ്ക്ക് ഏറ്റവും നല്ല പാട്ട് പാടുന്ന ലോക്കൽ ഒരു അച്ഛൻ, ഏറ്റവും നല്ല പ്രസംഗം പറയുന്ന അച്ഛൻ, സെലിബ്രേറ്റ് ആയ അച്ഛൻ, ഇതൊക്കെ ഒരു ഇത് പരിചയമുള്ളൊരു അച്ഛൻ അല്ലെ വികാരി അച്ഛൻ. സുഹൃത്തുക്കൾ അച്ഛന്മാരെ കണ്ട് വിളിക്കുക. അല്ലാതെ ഇതിപ്പോ നമ്മൾ എഴുന്നള്ളത്തിന് ആന നിർത്തുന്ന പോലെ നാളെ അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ആർഭാടത്തിന്റെ ഇത് വീണ്ടും ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതൊക്കെ വേണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വീണ്ടും 10 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള വൈദികരുണ്ടെങ്കിൽ വരുന്നൊക്കെ സന്തോഷമാണ്. പക്ഷെ ഇതൊരു ഷോ ഓഫ് ആയിട്ട് മറ്റൊന്നും ഇല്ല. നമുക്ക് ഇതിൽ നിന്നൊരു 2-3 അച്ഛന്മാരൊക്കെ ഞാൻ എക്സ്ട്രാ ബ്ലെസ്സിംഗ് ഒന്നും കിട്ടുന്നില്ലല്ലോ ഇതിനകത്ത്. നമ്മളൊരു ഇതിന് ശേഷം ഈ 2 പേര് ഒരുമിച്ചല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല. ശരിക്കും അതിന്റെ തിയോളജി തന്നെയല്ലേ ശരിക്കും വിവാഹത്തില് കാർമികർ എന്ന് പറയുന്നത് കപ്പിൾസ് തന്നെയാണല്ലോ. അവർ ജീവിതത്തിൽ ഒരേ ഒരു ചാൻസ് അവർക്ക് കിട്ടുന്നതാണ്. അതൊക്കെ എന്തോരം സ്പിരിച്വലി പ്രിപ്പയർ ചെയ്ത് ഒരു ഫസ്റ്റ് ടൈം ഹോളി മാസ് അർപ്പിക്കുന്ന അതേ തീഷ്ണതയോടെ തന്നെയാണ് ഒരാണും പെണ്ണും ആൾത്താരയിലേക്ക് വന്ന് ശരിക്ക് അതുകൊണ്ടല്ലേ അവർ നടുക്കൊക്കെ തന്നെ നിർത്തുന്നത്. ഇതിന്റെ കൂടെ പറയേണ്ടതാണ് ഇപ്പൊ പുതിയ കുറെ ആഘോഷങ്ങൾ വന്നിട്ടുണ്ട്. ഹൽദി, ഷാദി, ഇതൊക്കെ സംഗീത്, ബാച്ചിലർ പാർട്ടി, ഇതൊക്കെ എന്തിനാന്ന് പോലും ആർക്കും മനസ്സിലായിട്ടില്ല. ആഘോഷങ്ങൾ ആഫ്റ്റർ ആഘോഷങ്ങൾ, സ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം ആഘോഷങ്ങളുടെ ഒരു പ്രശ്നം നടക്കുന്നത് ഒരു ഭയങ്കര സോഷ്യൽ പ്രഷറുണ്ട്. പലപ്പോഴും എന്തിനാ ചെയ്യുന്ന അറിയത്തില്ല. പിന്നെ ചെയ്യാതിരുന്ന ആൾക്കാരെന്നാ വിചാരിക്കും, ഒരു കുറവായി പോകത്തില്ലേ. ഇതിനൊക്കെ പ്രതി ഞാൻ ഓർക്കുന്നു, എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ആയിരുന്ന ഒരു പെൺകുട്ടി, അവളുടെ ഭയങ്കര വിഷമം പറഞ്ഞതാണ്. കല്യാണം എടുത്തപ്പോഴത്തേക്ക് അവള് തന്നെയാണ് എല്ലാം
അവിടെ ഓരോ തുക നീക്കി വെക്കുകയാണ്. ഇത് എൻ്റെ പറഞ്ഞ നമ്മുടെ ചിയർ ഗേൾസ് അല്ലല്ലോ, സോറി ചിയർ ഗേൾസ് അല്ല, ബ്രൈഡ്സ്മെയ്ഡ്സ്, അവർക്ക് വേണ്ടി, ഇത് എൻ്റെ പറഞ്ഞ ഡാൻസേഴ്സിന് വേണ്ടി. അതായത് ഇത് കഴിഞ്ഞിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, കുറെ ഇതൊക്കെ ഈ കഷ്ടപ്പെടുവാണ് കിടന്നത്. ഈ പൈസ ഒക്കെ ഇവിടെ ഒപ്പിക്കും, ഇതെല്ലാം കടം മേടിച്ചൊക്കെ സെറ്റ് ചെയ്ത് ഒരു ആവശ്യം അൺനെസസറി വൺ ടൈം എക്സ്പെൻസസ്. അതെ, വിവാഹ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു വൺ ടൈം എക്സ്പെൻസ് ആണ്. വിവാഹ വേഷം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ അതായത് സ്യൂട്ട് അല്ലെങ്കിൽ ഗൗൺ, സാരി, ഇതെല്ലാം ഏറ്റവും പ്രീമിയം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയും ചെയ്യും. അത് അന്നത്തെ ഒരു ഉപയോഗത്തിന് ശേഷം അലമാരിയിലോ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഉണ്ട്. എന്റെ സ്യൂട്ടിനെ കുറിച്ച് ഞാൻ പറയാം. മൊത്തത്തില് 10,000 രൂപയോളം ഏറ്റവും നമ്മൾ നോക്കിയിട്ട് ഏറ്റവും നീറ്റ് ആയിട്ടുള്ള സാധനം സ്യൂട്ടിലേക്ക് എത്തി. അപ്പോൾ സ്യൂട്ട് വാങ്ങി. അപ്പം എൻ്റെ ഫോട്ടോസൊക്കെ നോക്കുവാണെങ്കിൽ അറിയാം, ഞാൻ മറ്റേ കമ്മ്യൂണിസ്റ്റ് കൊച്ചയുടെയും മറ്റേ മന്ദാരത്തിനൊക്കെ ഇടയ്ക്ക് ഒരു ബന്ധമില്ലാത്ത ഉടുപ്പിട്ട് നിൽക്കുന്ന ഫോട്ടോസാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ ഇത് എനിക്കും അറിയാം, ഇത് ഞാനും നമ്മുടെ കൾച്ചർ, നമ്മുടെ പരിസരമായിട്ട് ബന്ധപ്പെട്ടൊരു ഡ്രസ്സൊന്നും അല്ല ഞാൻ ഇട്ടേക്കുന്നത്. പക്ഷേ ഒരു ഷർട്ടും മുണ്ട് ഇടുവാൻ റിസപ്ഷൻ മുണ്ട് എടുക്കാൻ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അറിയത്തില്ല, പേടിയുള്ളത് നമുക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ അല്ല, പക്ഷേ ഈ സാധനം നമുക്ക് ഇത്രയും കോസ്റ്റ് ഉള്ള സാധനം ഞാൻ ഇട്ടിട്ട്, ഇപ്പോൾ ലോറൻ ആണെങ്കിലും ഡ്രസ്സ്, അത് പിന്നീട് നമ്മൾ ഒരു ഇവന്റിന് എനിക്ക് ഇടാനായിട്ട് നമുക്ക് പിന്നെ വേറെ കല്യാണത്തിന് മുമ്പ് ഞാൻ സൂരിട്ട് പോയ ഒരു വട്ടാണെന്ന് ചോദിക്കത്തുള്ളൂ. ഈ ചൂടുകാലത്ത് നമ്മുടെ സ്ഥലമോ നമ്മുടെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡ്രസ്സ് അല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി കാരണം പിയർ പ്രഷറാണ്. കാരണം നമ്മുടെ ഇപ്പം ഞാൻ ലോറൻ പറഞ്ഞതാണ്, ഇത് കല്യാണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഇവന്റ് അല്ല, മറ്റുള്ളവരുടെ ഇവന്റ് ആണ്. നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളെ തന്നെ ഗിവിൻ ചെയ്യുവാണ്. അവരുടെ സന്തോഷത്തിന് വേണ്ടി റോളൊന്നുമില്ല. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ കുറച്ച് എല്ലാരും കൂടി ഒന്ന് സെറ്റ് ആക്കി നമുക്ക് സിംപ്ലിസിറ്റി ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ അല്ല ഇവന്റ്. ഓക്കെ, കാരണം ബാക്കിയുള്ളവർക്ക് നമ്മളുടെ ഈ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് പല ആഗ്രഹങ്ങളുണ്ട്. ഇത് നമുക്ക് എങ്ങനെ അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാം? നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞപ്പോ 3 വർഷമായി. അപ്പോ വാട്ട്സ് യുവർ സേ ഓൺ ദിസ്? ഒന്നുകൂടെ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓർക്കാൻ സിംപ്ലിസിറ്റി നമുക്കിനി വരുന്ന ജനറേഷൻ ഇപ്പൊ നമ്മളുടെ അങ്ങനത്തെ ഒരു പരിസ്ഥിതിയാണ് നമുക്ക് ഉണ്ടായി വരുന്നതെങ്കിൽ അല്ല ഇനി വരുന്ന ഞാൻ വിശ്വസിക്കുന്നത് ഇനി വരുന്ന ജനറേഷൻ ഡെഫിനറ്റ്ലി സിംപ്ലിസിറ്റി ആയിരിക്കും എംബ്രേസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കൾച്ചറലി ഒരു പിയർ പ്രഷർ മാറി, കാരണം കാലഘട്ടം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഡെഫിനറ്റ്ലി ആ ബെറ്റർമെന്റ്സ് ഉണ്ടാവും. പക്ഷെ ഈ പിയർ പ്രഷർ നമ്മളൊരു അവബോധം ഉണ്ടാകാന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പൊ കൂടുതൽ ആളുകൾ നോക്കാം. നമ്മളിപ്പം പള്ളിക്ക് പുറത്ത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കൂട്ടുകാരെ എനിക്കറിയാം. കാരണം ഫിനാൻഷ്യൽ ഇത് മാത്രമല്ല, അവർക്ക് എന്ത് റിലീഫ് ഉണ്ടെന്നറിയോ, അത് വലിയ റിയാലിറ്റിയാ. വലിയൊരു ഐ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു കസ്റ്റംസ് ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് എനിക്ക് സൈൻ ചെയ്യുക, ആഘോഷങ്ങൾ ഒരു ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി മാറി നിന്ന് കൂതാശ വേണ്ടെന്ന് ചിന്തിക്കാൻ പോവുകയാണെങ്കിൽ അതൊരു സോഷ്യൽ ഒരു ചർച്ച നമ്മൾ പറയേണ്ടി വരും. അത് ചർച്ചനകത്ത് നടക്കുന്ന ഒരു ഈവിളായിട്ട് തന്നെ വേണ്ടി വരും. ഒരു വേറൊരു ഉദാഹരണം, ഇപ്പം നമുക്ക് കിട്ടിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കോവിഡ് കല്യാണമായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു 50 പേര് കൂടുതൽ ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്റെ ഫ്രണ്ട് നാൾ പറഞ്ഞാണ് കല്യാണത്തിന് വന്നിട്ട് പേടി വെച്ചിട്ട് നോക്കിയിട്ട് പരിചയമില്ലാത്ത കുറേ ആൾക്കാർ കല്യാണ പെണ്ണ് ആൾക്കാരെ മനസ്സിലാവുന്നില്ല. ഒന്നാമത് ടെൻഷൻ ഉണ്ട്, അതിന്റെ കൂടെ ഇത്ര ദൂരം എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ ആൾക്കാരെ പോലും അറിയത്തില്ല. വലിയ റിയാലിറ്റിയാണ്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ തമാശ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് ഈ കാർ റെന്റ് എടുക്കുന്നത് BMW ബെൻസും ഓടിയൊക്കെയാണ് ഇപ്പോൾ കല്യാണത്തിന് വന്ന് കിടക്കുന്നത്. അത് ഞാൻ ചുമ്മാ ഒരു കല്യാണം കെട്ടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഈ ഞാൻ ചുമ്മാ കാറുകാരനോട് മിണ്ടി, ഒരു പയ്യൻ അവനോ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. ഞാൻ എത്ര ഒരു 7,000 to 10,000 ആണ് മിനിമം ഈ ഒരു പ്രീമിയം കാറിന്. അത് ഒരു 5 to 6 hours കൊടുക്കേണ്ടത്. നമുക്ക് ഈ സ്റ്റാറ്റസ് ഭയങ്കര പ്രശ്നം മലയാളിക്ക് ഇൻ ജനറൽ. അപ്പോൾ ഈസ്തെറ്റിക്സ് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ പള്ളി അലങ്കരിക്കുന്നതായിക്കോട്ടെ, നമ്മൾ വരുമ്പോൾ ഒരേപോലത്തെ വണ്ടി, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമുക്കിതിൻ്റെ ബഡ്ജറ്റിനകത്ത് നിന്ന് നമുക്കിത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ സിംപ്ലിസിറ്റി നമ്മൾ സിമ്പിളായിട്ടാണ് വിവാഹം നടക്കുന്നത്, അത് ജഡ്ജ് ചെയ്യപ്പെടും പുറത്തു നിന്ന്. ആ പേടി മനുഷ്യർക്കുണ്ട്. അത് പ്രഷർ, അതാണ് പ്രഷറായിട്ട്. ധൈര്യം വേണം. ഇതല്ല, ഇത് എൻ്റെ ഇവന്റ് ആണ്, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ലളിതമായിട്ട് നടത്താൻ ആഗ്രഹം എന്ന് നമുക്ക് ഒരുമിച്ച് തോന്നാൻ പറ്റുവാണെങ്കിൽ അതെനിക്ക് തോന്നുന്നു ഇപ്പൊ വരുന്ന കോഴ്സിനൊക്കെ നമ്മൾ ശരിക്കും ഇതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട സാധനങ്ങളാവുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ സൺഡേ സ്കൂൾ സിസ്റ്റത്തിൽ ഒരു സീനിയർ ഹൈസ്കൂൾ എത്തുമ്പോൾ തൊട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ, സിംപ്ലിസിറ്റിയുടെ കാര്യങ്ങൾ, വിവാഹ ജീവിതത്തിൽ പറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഒരു ചർച്ചിന്റെ ആഭിമുഖ്യങ്ങളും ഇതെല്ലാം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. തുടർച്ചയായിട്ട് കേട്ട് കേട്ടത് ഒരു സാധനമായിട്ട് കയറത്തുള്ളൂ. റീക്കാനൊക്കെ മസ്റ്റ് ഡിസ്കഷൻ വെക്കണം.
ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ അപ്പോസ്തോലിക് എക്സോർട്ടേഷൻസിനകത്ത് എപ്പോഴും ഊന്നി പറയുന്ന കാര്യമാണ്, ഒരു ക്രിസ്ത്യാനി ആകുക എന്ന് പറയുന്നത് വളരെ ഒരു കാലഘട്ടത്തിൽ വളരെ ലളിതമായ കാര്യമാണ് ക്രിസ്ത്യാനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇന്ന് ഓർത്ത് നോക്കും, ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒരു കത്തോലിക്കനായിട്ട് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, 100 കണക്കിന് ചടങ്ങുകൾ, 100 കണക്കിന് ആചാരങ്ങൾ. ഉദാഹരണമാണ് ഉറപ്പാണ് കല്യാണം അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ്. കാരണം അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കണം നോക്കുമ്പോഴത്തേക്ക് പാനിക് അറ്റാക്കാണ് ആദ്യം ഉണ്ടാകുന്നത്. അല്ലാതെ എനിക്കൊരു ഞാനൊരു ആളുമായിട്ടൊരു കുടുംബം തുടങ്ങാൻ പോവുകയാണല്ലോ എന്നുള്ളതല്ല അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഒരു വലിയൊരു ഇവന്റ് എന്റെ മുമ്പില്. എനിക്ക് ഇതിനേക്കാളൊക്കെ സങ്കടം വരുന്നത് നമ്മുടെ ഈ കുർബാനൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇവര് ടെൻഷനാണ് ഭയങ്കരമായിട്ട്. ഇവര് ടെൻഷൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ ടെൻഷൻ അല്ല, ഇതിന് ശേഷം സംഭവിക്കാവുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇതിന് ശേഷം ഇവര് പേരുന്ന റിസപ്ഷനിലേക്ക് പോകുന്നു, അവിടെ ഡാൻസ് ചെയ്യണം. ഇത് ഇപ്പൊ ഡാൻസ് മസ്റ്റാ. ഇപ്പൊ ചെറുക്കനും പെണ്ണും ഡാൻസ് ചെയ്യണം, ഇപ്പൊ അപ്പനും അമ്മയും ഡാൻസ് ചെയ്യണം, ആന്റി അതൊക്കെ ഏതോ എവിടെയോ എങ്ങനെയൊക്കെയോ എപ്പോഴും ഒരു ഡാൻസേഴ്സിന്റെ കൂടെ ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും കയറി ഡാൻസ് ചെയ്തു. പെണ്ണ് അത് ഭയങ്കര വൈറലായി. ഇപ്പൊ വൈറൽ ഉണ്ടാക്കാൻ വേണ്ടി ഡാൻസ് ചെയ്തിരിക്കുക. അപ്പൊ ഏതോ അപ്പനൊക്കെ തുള്ളി, അതൊക്കെ ഭയങ്കര വൈറൽ കണ്ടന്റ് ആയി. ഇപ്പൊ വൈറൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന ഈ നമ്മുടെ ഡാൻസേഴ്സിനെ വെച്ചിട്ട് കൊറിയോഗ്രാഫേഴ്സിനെ വെച്ച് പഠിച്ചിട്ടാണ് ഇതിന് വരുന്നത്. എന്ത് ഭീകര പ്രഷറുകളാ. കുർബാനൊക്കെ ഇതിന്റെ ടെൻഷനിലേക്ക് ഇത് ആദ്യം വ്യാധിയാണ്. ഇത് സ്റ്റെപ്പ് മാറിപ്പോ ആക്സിഡന്റിൽ വിളിക്കുമ്പോഴത്തേക്ക് കളിക്കാനുള്ള സ്റ്റെപ്പ്. അതെ, ആക്സിഡന്റിൽ വിളിക്കുമ്പോൾ കളിക്കാനുള്ള സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് വെക്കണമല്ലോ. ഇതിലെനിക്ക് പറയണം എന്ന് തോന്നിയൊരു കാര്യം, ഇത് എന്താണ് നോം എന്നുള്ളതാണ്. നമ്മള് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ഇങ്ങനത്തെ ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ വിവാഹം ആവുകയുള്ളൂ. അപ്പൊ ആരാണ് ഈ നോം സെറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു വിവാഹിതരാവാൻ പോകുന്ന 2 വ്യക്തികൾ തീരുമാനിക്കണം, മറ്റൊരാള് ചെയ്ത് വെച്ച അതേ കാര്യം അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധിതരാവണോ? അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെ, എൻ്റെ പേരൻസിനെ, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാതെ അങ്ങനെ ഒരു കാര്യം കുറെ ആളുകൾ അത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചിന്തയെ. മൾട്ടി ലെവൽ പേഴ്സൺസ് ഇൻവോൾവ് ആണ്. അതെ. ഒന്ന് ഈ വ്യക്തി ബോൾഡ് ആയിരിക്കണം, ഫാമിലി സപ്പോർട്ട് ചെയ്യണം, നല്ലൊരു സൗഹൃദ വലയോ കസിൻസോ അങ്ങനെ ഒരു ബന്ധുക്കൾ, ഇതെല്ലാവരും പെട്ടുപോകുന്ന എല്ലാവരും മൾട്ടി പ്രഷർ കാര്യങ്ങൾ വീണു പോകുന്നതാണ്. ഇത് ഭയങ്കരമായിട്ട് ടു ഓൾ യങ്സ്റ്റേഴ്സ് ഹംബിൾ റിക്വസ്റ്റ് ആണ്. നമ്മളൊരു പുതിയ തലമുറയെങ്കിലും ഇതല്ല സാധനം, എസെൻസ് ഇതല്ല എന്നുള്ള സാധനത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യണമെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മളുടെ ഒരു ചിലവ് ഉറപ്പായിട്ടും നമ്മൾ കുറയും. പിന്നെ ഉള്ളത് ഭക്ഷണത്തിന് വരുന്ന ആൾക്കാർ ഭക്ഷണം, അത് മാത്രമേ ഫുഡ് മാത്രമേ എക്സ്പെൻസ് ആയിട്ട് വരത്തുള്ളൂ. അതെ, ഈ പുതിയൊരു വൈറൽ സാധനം അടുത്ത് വന്നായിരുന്നു. ഇപ്പൊ ഒരു പുതിയ സാധനം ഓടുന്നത്, ചെറുക്കനല്ലേ പെണ്ണ് കുർബാന സിംഗ് പാട്ട് പാടും. ഇത് എവിടെയോ ഒരു പാട്ടുകാരൻ ഏതോ സ്ഥലത്ത് പാട്ട് പാടി. ഇതിന്റെ എല്ലാം ഒരു ഒറിജിനൽ സോഴ്സ് കാണും. ഇപ്പോ അല്പം പാട്ടറിയാം. ഇപ്പൊ പാട്ട് പാടിയ എന്ത് ഭയങ്കര തമ്പനയിലൊക്കെയാണ്. ചെറുക്കൻ പാടി ഹിറ്റാക്കിയ പാട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കുർബാനയ്ക്ക് വൻ തമ്പനയില്. എന്ത് അവസ്ഥയാണ്, ഭീകരമായ അവസ്ഥയിലേക്കാണ് ഈ വൈറൽ കണ്ടന്റുകൾ മൂവ് ചെയ്തത്. ഈ ഇതെല്ലാം ഒരു വൺ ടൈം സാധനത്തിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് ഓഫ് ദി ഇയേഴ്സ് ഒരു 10, 40, 50, 60 വർഷത്തിന് വേണ്ടി നമ്മൾ ഒന്നും സേവ് ചെയ്യുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. ബട്ട് ഇവിടെ എല്ലാം ഫോക്കസ്ഡ് ആവുകയും ചെയ്യും. ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യൻ മാരേജിന്റെ പൈസ ഉണ്ടെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിന് 10 വർഷം ജീവിക്കാനുള്ള പൈസ ഉണ്ട്. അതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ക്രിസ്ത്യൻ ചാരിറ്റിയാണ്. ശരിക്കും എനിക്ക് പൈസ കൊണ്ട് എനിക്ക് എന്തും ആകാമല്ലോ, ഡെഫിനറ്റ്ലി. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം കൂടിയായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ പറയും എന്റെ പൈസ, എന്റെ കുടുംബം, എനിക്കിത് പറ്റും, ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്, ഐ ഡിസേർവ് ഇറ്റ്. നമ്മളത് എങ്ങനെ ആൻസർ ചെയ്യും? അപ്പോൾ അല്ല, അത് ക്രിസ്ത്യൻ ആസ്പെക്ടിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സഹജീവിയെ കാണുന്നുള്ളൂ. ഇപ്പം നമ്മളുടെ കൂട്ടുകാരുടെ തന്നെ കാണുമ്പോൾ ഇപ്പം ഡെഫിനറ്റ്ലി ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ആൾക്കാർ കാണും, സാധാരണ മനുഷ്യർ കാണും, വളരെ കഷ്ടപ്പെടുന്നവർ കാണും. അപ്പം ഇത് നമ്മളൊരു നോം ഉണ്ടാക്കി അതിന് ചർച്ചിന്റെ സപ്പോർട്ടും ബ്ലെസ്സിങ് കൂടെ കിട്ടുമ്പോൾ ഉണ്ടാകുന്നതൊരു ഞാൻ ഇനി വരുമ്പോഴത്തേക്കും ഇങ്ങനെ വേണ്ടേ എന്നുള്ള ഒരു സാധനം അവരുടെ മനസ്സിൽ കയറിപ്പോയി കഴിഞ്ഞാൽ അപ്പം ഒരു നമുക്കിതിനകത്തൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള നോം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചാരിറ്റിയാണ് ശരിക്കും പറയാം. അതിനകത്ത് സഫറിങ് തന്നെ കാണും. നിങ്ങളെല്ലാവരും വരുന്നുണ്ട്. പണ്ട് ഈ പറയുന്ന ഇപ്പം നമ്മളെല്ലാവർക്കും, എനിക്ക് ചെറുപ്പത്തിൽ ഓർമ്മകളാണ്, മറ്റേ അങ്കിളുമാരുടെ കല്യാണത്തിനൊക്കെ തലേന്നേ എല്ലാവരും വരുന്നത്, ബന്ധുക്കളാണ് കുക്ക് ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നുറുക്കുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊരു ഇവന്റ് ആണ്. അതുവഴി വലിയൊരു കുടുംബം വീണ്ടും ബോണ്ടിങ് ഉണ്ടാകുകയാണ്. ഇതെല്ലാം നമുക്കിപ്പോ എന്നാണ്, ഇതെല്ലാം സോൾഡ് ആണ്, ഇതെല്ലാം ഒരു പാക്കേജ് ആണ്, നമുക്ക് വാങ്ങിക്കാം. വിവാഹമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ പോയിട്ട് ഇന്ന് ഈ ചടങ്ങ് മാത്രം നിന്നാൽ മതി, ബാക്കി എല്ലാം ഇതിപ്പോ പാക്കേജ് ഉണ്ട്. നമ്മളും ചെയ്യുന്നില്ല, എല്ലാം കോർഡിനേറ്റേഴ്സ് പറയുന്നു, നമ്മൾ ഡാൻസ് കളിക്കുന്നു, നമ്മൾ ചെയ്യുന്നു, എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തിരിക്കുന്നു. അതെ, അവിടെ ഈ പറയുന്ന ബോണ്ടിങ്ങിന്റെ ഒരു ആരും തമ്മിൽ മിണ്ടാതെ
ബൈ ഫോൺ അല്ലെങ്കിൽ ടെക്സ്റ്റ് വഴി നമുക്ക് ഈ കല്യാണം എന്ന് പറഞ്ഞ ഇവന്റ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമുക്ക് വിവാഹത്തെ കാണുവാണ്. ഇതിനകത്ത് സീരിയസ്നെസ് ഇല്ല ഇവിടെ എങ്ങും. ഇതൊരു ഇവന്റ് നല്ലതാണ്. ഇത് നമ്മളൊരു വൺ ഡേ വലിയ പ്രോഗ്രാം സംഘടിപ്പിച്ച് നടക്കുന്ന പരിപാടി മാത്രമേ നടക്കുന്നുള്ളൂ. അതാണ് നമ്മൾ കാണുന്നതും എല്ലാവരും കാണുന്നത്. അപ്പൊ ഇതാണ് വിവാഹം ഇങ്ങനെയുള്ള സാധനം മനുഷ്യനുള്ളിൽ വന്നേക്കും. നമ്മൾ നേരത്തെ ഈ പെരുന്നാളിനെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് ഇതിനകത്ത് ശരിക്കും ഒരു ചാരിറ്റിയുടെ സാധനം ഉണ്ട്. ഈ പഴയ ഒരു സിനിമയ്ക്കകത്ത് നിവിൻ പോളി ഓം ശാന്തി ഓശാനൊക്കെ നിവിൻ പോളിയുടെ കമന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ഇവിടെ ഈ മാപ്പിളമാരൊക്കെ കൂടി നിങ്ങൾ ഇങ്ങനെ വലിയ വലിയ കല്യാണം നടത്തി കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള സാധാരണ മനുഷ്യൻ പിന്നെ അങ്ങനെ കല്യാണം കഴിക്കുന്നു. കാരണം ഇത് ഇത്ര ഒരു നോം സെറ്റ് ചെയ്യുമല്ലേ. നമ്മൾ തന്നെ സോഷ്യൽ ഈവിളിനെ ഇത്രയും വിശുദ്ധമായ സ്ഥലത്ത് നിന്നും വിശുദ്ധമായ കാര്യത്തിൽ നിന്നും നമ്മൾ ഇറക്കി വിടുവാണ്, കയറ്റി വിടുവാണ്. കാരണം പാവപ്പെട്ടവൻ പെട്ടുപോവുകയാണ് അവിടെ. ഇത് നടത്താതിരിക്കാൻ പറ്റാത്തൊരു പ്രഷറിലേക്ക് എല്ലാവരും വീണു പോവുകയാണ്. ഡെഫിനറ്റ്ലി കൾച്ചറൽ പ്രഷർ ചർച്ചിനും ഉണ്ടാവും, വൈദികർക്കും ഉണ്ടാവും. വൈദികർക്ക് ഇപ്പം ലാളിത്യം ആഗ്രഹിക്കുന്ന അച്ഛനാണെങ്കിൽ പോലും ഇത് ബ്ലസ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്തൊരു പ്രഷർ ചെയ്യാനോ പറ്റത്തില്ലായിരിക്കും. പക്ഷെ അത് നമുക്ക് തോന്നി നമ്മൾ തന്നെയാണത് സോൾവ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൽ ഒന്നിനും അൾട്ടിമേറ്റ് ഡിസ്ക്ലൈമർ പറഞ്ഞു തുടങ്ങി. അൾട്ടിമേറ്റ് ആൻസേഴ്സ് ഒന്നുമില്ല, ഞങ്ങളുടെ ഒപ്പീനിയൻസ്. ഇതൊക്കെ ചില ക്വസ്റ്റ്യൻ മാർക്ക് വേണോ വേണ്ടയോ, ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഈ ഒരു വിവാഹ ആഘോഷങ്ങളുടെ ഡിസ്കഷൻ പൂർത്തിയാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഇതുപോലത്തെ ആഘോഷങ്ങൾ കൂദാശകൾ ഷോ ഓഫ് ആയി പോകാതിരിക്കട്ടെ. നമ്മൾ വൈറലാക്കാൻ വേണ്ടിയല്ല, മറിച്ച് വിശുദ്ധമായിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു മുൻപിലേക്കുള്ള ജീവിതം സെറ്റാവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഈ മണി ഇൻവോൾവ് ആയിട്ടുള്ള എക്സ്പെൻസസ് കൂടുതൽ ആഘോഷങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന മെൻ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ, റിലേഷൻഷിപ്പ് എല്ലാ സ്ട്രെസ്സുകളുടെ ഫാക്ടേഴ്സ് ഉണ്ട്. ആവശ്യമില്ലാതെ നമ്മൾ സ്ട്രെസ് എടുത്ത് ഏറ്റവും വിശുദ്ധമായിട്ടും സേക്രഡ് ആയിട്ടും സമാധാനപരമായിട്ടും ആഘോഷിക്കേണ്ട കല്യാണങ്ങളൊക്കെ എത്ര ടെൻസ്ഡ് ആയിട്ടും ഒട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതിൽ നമ്മൾ ആഘോഷിച്ച് തീർക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളൊരു സോഷ്യൽ ഈവലിൻ്റെ പാർട്ടും ആകുന്നു. നമ്മൾ മറ്റുള്ളവർക്കും സ്ട്രെസ് കൊടുക്കണം. നമ്മൾ ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് ചുറ്റുപാടുള്ളവർക്ക് നമ്മൾ വലിയൊരു സ്ട്രെസ് ഫാക്ടറായിട്ട് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പകർച്ചവ്യാധിയായി മാറുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തോ പ്രശ്നക്കാരാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ മറ്റൊരു സമൂഹത്തിൽ ഒരു വലിയ സമൂഹമുണ്ട് ഇപ്പം ഇതിനൊന്നും പറ്റാതെ നിൽക്കുന്ന, എന്നാൽ കടം മേടിച്ചും ലോൺ എടുത്തും ഇതിനൊക്കെ വേണ്ടി ഇറങ്ങാൻ പോകുന്ന വലിയൊരു സമൂഹമുണ്ട്. അവരൊക്കെ ആ ഒരു ദുരന്തങ്ങൾക്കെല്ലാം കൂടി നമ്മളിവിടെ ഉത്തരവാദികളാണ്. ശരിക്കും നിന്റെ സഹോദരൻ എവിടെ എന്നൊക്കെയുള്ള പഴയ നിയമത്തിലെ ചോദ്യമൊക്കെ ഇവിടെ ഭയങ്കര റെലവൻ്റാണ്. നിന്റെ സഹോദരൻ എവിടെ കഷ്ടപ്പെടുന്നു നീ കാരണം എന്ന് ഭയങ്കര ചോദ്യമാണ് ഈ ആഘോഷങ്ങൾ നമുക്ക് മുമ്പിൽ വെക്കുന്നത്. ഈ ആഘോഷങ്ങളെ പറ്റിയുള്ള ഡിസ്കഷൻ ഇവിടെ പൂർത്തിയാകുമ്പോൾ സെയിം തിങ് തുടങ്ങിയെടുത്ത് നിർത്തുകയാണ്. ഇതൊരു അൾട്ടിമേറ്റ് കമൻറ്റുകൾ വെക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ വിവാഹം ഒരു ആത്മീയ ആഘോഷമാണ്, അതൊരു കൂദാശയാണ്, കുടുംബങ്ങൾ തമ്മിലുള്ള യോജനമാണ്, സൗഹൃദങ്ങളുടെ ഒരു ആഘോഷമാണ്. അവിടെ ഈ ആഘോഷങ്ങൾ ഒത്തിരി വേണം. പക്ഷേ അത് എൻ്റെ ആത്മീയതയെയും എൻ്റെ കുടുംബത്തെയും ഭാവിയിലേക്കുള്ള പല കാര്യങ്ങളെയും ചോദ്യചിഹ്നമായിട്ട് നിർത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, അതൊന്ന് ബൗണ്ടറി വരയ്ക്കാം. വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, നീ സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഗാർഹിക സഭയെ ഓർത്ത് നന്ദി പറയുന്നു. എത്ര മനോഹരമായിട്ടാണ് തിരുസഭ കുടുംബം ഗാർഹിക സഭയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. കുടുംബത്തിലെ ആ ഗാർഹിക സഭയിലെ പുരോഹിതന്മാരാണല്ലോ ഒരു ദമ്പതികൾ. ആ ഒരു വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടെ വിവാഹ ദിവസത്തെ അപ്രോച്ച് ചെയ്യാൻ ഞങ്ങളുടെ യുവജനങ്ങളെ സഹായിക്കണം. ആഘോഷങ്ങളും ആർഭാടങ്ങളും അല്ല, ആത്മീയമായിട്ടുള്ള ഉണർവും സ്നേഹവും സിംപ്ലിസിറ്റിയുമാണ് എൻ്റെ വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വിചാരിക്കാനും ചിന്തിക്കാനും അത് പ്രവർത്തിക്കാനുമുള്ള ധൈര്യം യുവജനങ്ങൾ കൊടുക്കണം. പ്രത്യേകിച്ച് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ധൈര്യമായിട്ട് സ്റ്റെപ്പുകൾ എടുക്കുവാനും അവർ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമെല്ലാം അവരെ അസിസ്റ്റ് ചെയ്യാനും വലിയ കൃപ കൊടുക്കണമേ. അങ്ങനെ ഒരു പുതിയ തലമുറ, ഒരു പുതിയ കൾച്ചർ, ഒരു സിംപ്ലിസിറ്റിയുടെ കൾച്ചർ പുറത്തേക്ക് കൊണ്ടുവരട്ടെ. ഈ പണത്തിൻ്റെ മേഖലയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും തമ്മിലാണ് വിവാഹം നടക്കാതിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും ഒത്തിരി കാര്യങ്ങൾ കൊണ്ട്, പണപരമായ കാര്യങ്ങൾ കൊണ്ടും ആരോഗ്യപരമായ കാര്യങ്ങൾ കൊണ്ടും വിവാഹം നടക്കാതിരിക്കുന്ന യുവജനങ്ങൾ, വിവാഹം നടന്നിട്ട് ഇതിൻ്റെയൊക്കെ പേരിൽ ബുദ്ധിമുട്ടുന്ന ചെറുപ്പക്കാർ, അവരെല്ലാവരും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, എല്ലാവരെയും നീ തൊടണമേ, ആശ്വസിപ്പിക്കണമേ, ചേർത്ത് പിടിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചലം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്